റേക്കി പ്രൊട്ടക്ഷൻ. ഞാൻ എന്നോട് നന്ദി, ഞാൻ റേക്കിയോട് നന്ദി, ഞാൻ എന്നോട് നന്ദി. റേക്കി പ്രൊട്ടക്ഷൻ. എന്നോട് നന്ദി, ഞാൻ റേക്കിയോട് നന്ദി, ഞാൻ എന്നോട് നന്ദി. ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. ഐ താങ്ക് റേക്കി ഫോർ ബീങ് ഹിയർ. ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. റേക്കി സഹസ്രാര ചക്രത്തിലൂടെ വന്ന് ആജ്ഞയിൽ വന്ന് വിശുദ്ധിയിൽ വന്ന് അനാഹതത്തിൽ വന്ന് രണ്ട് കൈവെള്ളകളിലും നിറയുന്നു. രണ്ട് കൈവെള്ളകളിലും നിറയുന്ന റേക്കി തത്സമയത്ത് നിങ്ങളുടെ ഓറ വികസിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഭൂമിക്കും ഓറയുണ്ട്. 7 പാളി ഓറ. നമ്മളുടെ ഓറ 7 പാളികൾ ഭൂമിയുടെ 7 പാളി ഓറയുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു, കണക്റ്റഡാകും. അതുപോലെ യൂണിവേഴ്സിൻ്റെയും ഊർജമണ്ഡലമുണ്ട്, യൂണിവേഴ്സൽ എനർജി ഫീൽഡ്. അത് ഡിസെൻഡ് ചെയ്ത് വരുന്ന 7 പാളികൾ. അങ്ങനെ 3-7-21 പാളികളും ഒന്നായിത്തീരുന്നു. 3-7-21 പാളികൾ. നമ്മളുടെ ഓറ, പ്രപഞ്ചത്തിൻ്റെ ഓറ, ഭൂമിയുടെ ഓറ, ഇത് ഓവർലാപ്പ് ചെയ്ത് ഒന്നായിത്തീർന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രകാശം മുനിഞ്ഞു കത്തുന്നു. ഈ ചെറിയ പ്രകാശം വലിയൊരു പ്രകാശത്തിലേക്ക് ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ചെറിയ പ്രകാശം വലിയ പ്രകാശത്തിലേക്ക് ലയിക്കുന്നു. ഇപ്പോൾ ഞാനില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. പ്രജ്ഞാനം ബ്രഹ്മ. ഇനി നിങ്ങൾ ഒരു പിരമിഡിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇക്വലേറ്റർ ട്രയാങ്കിൾ, 4 ത്രികോണങ്ങൾ ചേർന്ന ഒരു പിരമിഡ്. മുമ്പിൽ, വലതുഭാഗത്ത്, പിൻഭാഗത്ത്, ഇടതുഭാഗത്ത് 4 ത്രികോണങ്ങൾ ചേർന്ന ഒരു പിരമിഡിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. പിരമിഡിൻ്റെ ആ ത്രികോണങ്ങൾ 4 ചേരുന്ന ശീർഷത്തിൽ ഒരു സുവർണവർണ്ണ ഗോളത്തെ സങ്കല്പിക്കുക. ഒരു ശക്തി ഗോളത്തെ സങ്കല്പിക്കുക. പിരമിഡിൻ്റെ പൂർത്ത അഗ്രത്തിലൊരു ശക്തി ഗോളത്തെ സങ്കല്പിക്കുക. ഗോളത്തിൽ നിന്ന് റെയിൻബോ പ്രവാഹം പുറത്തേക്ക് വമിക്കുന്നതായിട്ട് കാണുക. ആ ഗോളത്തിൽ നിന്ന് റെയിൻബോ പ്രവാഹം പുറത്തേക്ക് വമിക്കുന്നതായി കാണുക. മേൽപ്പറഞ്ഞ സംഗതികൾ നിങ്ങൾ ഒരു ഇമാജിനറി ഗാർഡനിലിരുന്ന് ചെയ്യുന്നതായി സങ്കല്പിക്കുക. ഒരു സാങ്കല്പിക ഉദ്യാനത്തിൽ നിങ്ങൾ ഇരിക്കുന്നതായി സങ്കല്പിക്കുകയും മഴമേഘങ്ങൾ നിറഞ്ഞ മിൽക്കി വേയിൽ ഒരു ഉദ്യാനത്തിലിരിക്കുന്നതായി സങ്കല്പിക്കുക. അതിൽ നിശ്ചലമായ ഒരു തടാകത്തെ കാണുക. തടാകത്തിൽ നിങ്ങളുടെ നിഴലിനെ കാണുക. നിഴലിനോട് പറയുക, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഫ്ലോട്ടിംഗ് ദി ലേക്ക്, ഇളകിയാടുന്ന ജലപ്പരപ്പിൽ നിങ്ങളുടെ നീളം വച്ച നിഴലിനോട് മെല്ലെ നോക്കി പറയുക, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. അവിടെ നിങ്ങൾ ഒരു സ്ഫടികം പോലുള്ള ഒരു കണ്ണാടി, ആ കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബത്തെ വീണ്ടും കാണുക.
കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബത്തെ വീണ്ടും കാണുക. പ്രതിബിംബത്തെ നോക്കി ചിരിക്കുക. പ്രതിബിംബം നിങ്ങളെ നോക്കി ചിരിക്കുന്നു. പ്രതിബിംബത്തോട് പറയുക, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. പ്രതിബിംബത്തോട് വീണ്ടും പറയുക, യു ആർ ഓക്കെ, യു ആർ ഓക്കെ, യു ആർ ഓക്കെ. ഇനി ഒരു റോസാച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനത്തിൽ ഒരു റോസാച്ചെടിയിലെ ഒരു വിരിയുന്ന മുട്ടിനെ കാണുക. വിരിയുന്ന ഒരു മുട്ടിനെ നോക്കുക. അതിൽ മഞ്ഞുതുള്ളി ഇട്ടിരിക്കുന്നതായി കാണുക. ഇട്ടിരിക്കുന്ന മഞ്ഞുതുള്ളിയിൽ സൂര്യന്റെ കിരണങ്ങൾ വന്ന് പതിയുന്നതായി കാണുക. സൂര്യകിരണങ്ങൾ മഞ്ഞുതുള്ളിയിൽ പതിയുമ്പോൾ ആ മഞ്ഞുതുള്ളിയിൽ നിന്ന് റെയിൻബോ പ്രവാഹം, സപ്തവർണ്ണങ്ങൾ ഒഴുകി വരുന്ന നിങ്ങളുടെ തല മുതൽ പാദം വരെ നിറയുന്നു. ആ പിരമിഡിൽ നിറയുന്നു. സപ്തവർണ്ണങ്ങൾ ആ പിരമിഡിൽ നിങ്ങളെയും നിങ്ങളുടെ ആ രക്ഷാകവചവും നിറയുന്നതായി സങ്കല്പിക്കുക. Chanting the song Hero Kilo Mana Polo 9 times. Hero Kilo Mana Polo Sehe Kiso. Hero Kilo Mana Polo Sehe Kiso. ജെന്റിൽ ബ്രീസ് റെയിൻബോയോടൊപ്പം ഒഴുകി വരുന്നു. മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന, പുതുമഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മണ്ണിൻ്റെ ഗന്ധമല്ലേ നിങ്ങളിങ്ങനെ ശ്വസിക്കുക. മാമ്പൂവിൻ്റെയും മാതള നാരങ്ങയുടെയും ഗന്ധത്തിലല്ലേ ശ്വസിക്കുക. കാടിൻ്റെയും ചന്ദനത്തിൻ്റെയും ഗന്ധത്തിലല്ലേ ശ്വസിക്കുക. പച്ചമഞ്ഞളിൻ്റെ സുഗന്ധമല്ലേ ഒഴുകി വരുന്നു. തുളസിയുടെയും കൽവിളക്കിൻ്റെയും ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടും. കടൽ തീരത്തെ കടൽക്കാറ്റിൻ്റെ ഒപ്പം തരുന്ന മീനിൻ്റെ ഉളുമ്പ് മണത്തോടുള്ള കാറ്റിൻ്റെ ഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിൽ വന്നു നിൽക്കുന്നു. പുതുമഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മണ്ണിൻ്റെ ഗന്ധങ്ങളിൽ ശ്വസിക്കുക. മഞ്ഞളിൻ്റെ ഗന്ധം ശ്വസിക്കുക. ചന്ദനത്തിൻ്റെ ഗന്ധം ശ്വസിക്കുക. കാടിൻ്റെയും മുടിയുടെയും ഗന്ധമല്ലേ ശ്വസിക്കുക. കൽവിളക്കിൻ്റെ ഗന്ധമല്ലേ ശ്വസിക്കുക.
മനസ്സിൽ പറയുക, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്. ഞാൻ സുരക്ഷിതയാണ്, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതനാണ്. എന്നിലേക്ക് വരുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ്. എന്നിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ്. Give thanks all the Reiki masters, angelic force, archangels and all deities. ഗുരു പരമ്പരയോട് നന്ദി പറയുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെയും ഇതുപോലെ പിരമിഡിൻ്റെ ഉള്ളിൽ റെയിൻബോയുടെ പ്രവാഹത്തിൽ സുരക്ഷിതമായ കവചത്തിൽ കാണുക. നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി വീട്ടിലുള്ള നമ്മളുടെ കുടുംബാംഗങ്ങളെ സുരക്ഷിതരായി കാണുക. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായി, അവർ പിരമിഡിനുള്ളിൽ സുരക്ഷിതരാണെന്ന് സങ്കല്പിക്കുക. രോഗമുണ്ടെങ്കിൽ രോഗം മാറിയതായി കാണുക. ഇനി വീടിനെയും അതുപോലെ തന്നെ പിരമിഡിനുള്ളിൽ സുരക്ഷിതമായി കാണുക, കവചത്തിനുള്ളിലായി കാണുക. ഇനി വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെയും അങ്ങനെ സുരക്ഷിതമായി കാണുക. ഇനി കൃഷിയിടമുണ്ടെങ്കിൽ കൃഷിയിടത്തെയും അതുപോലെ സുരക്ഷിതമായി കാണുക. പിരമിഡിനുള്ളിൽ വാഹനങ്ങളുണ്ടെങ്കിൽ അതിനെയും സുരക്ഷിതമായി കാണുക. സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിനെയും സുരക്ഷിതമായി കാണുക. ഇന്ന് നിങ്ങളുടെ ഒന്നാമത്തെ പോയിന്റിൽ കൈവച്ച് നോക്കുക. എന്താണ് ഫീലിങ്സ്?